ഹലോ ഫ്രണ്ട്സ്, JK സോളാർ സൊല്യൂഷൻസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജിബിൻ. ഇവിടെ നമ്മൾ ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററീസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു 5 kV ഹൈബ്രിഡ് ഓഫ് ഗ്രിഡ് സിസ്റ്റം ആണ് പരിചയപ്പെടുന്നത്. ഇവിടെ ഹൈബ്രിഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഗ്രിഡ് ടൈ സിസ്റ്റത്തിലേക്ക് വേണമെങ്കിലും കൺവേർട്ട് ചെയ്യാവുന്ന ഒരു ഇൻവെർട്ടർ സിസ്റ്റം ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. എന്റെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന 4 പാനൽസ് ഇവിടെ നമ്മൾ പഹൽ എന്ന് പറയുന്ന കമ്പനിയുടെ ടോപ്പ് കോൺ ബൈഫേഷ്യൽ പാനൽസ് ആണ്. ഓരോന്നും നമുക്ക് ഏകദേശം 600 വാട്ട്സ് ആണ് ഇതിന്റെ കപ്പാസിറ്റി വരുന്നത്. അതായത് 2400 വാട്ട്സോളം സോളാർ പാനൽ കപ്പാസിറ്റി നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ വിശദമായ ഇൻസ്റ്റലേഷൻ വീഡിയോ, അതുപോലെ തന്നെ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഇൻവെർട്ടർ, അതിന്റെ ബാറ്ററി സിസ്റ്റംസ് ഒക്കെയാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പൊ നമുക്ക് വേഗം നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഓൾറെഡി ഓൺ ഗ്രിഡ് ഒക്കെ ചെയ്തിട്ട് അത്യാവശ്യം വീണ്ടും കറണ്ട് ബില്ല് വരുന്ന ആൾക്കാരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ വൈകിട്ടത്തെ പീക്ക് ടൈം, അതുപോലെ കറണ്ട് കട്ടുള്ള സമയങ്ങൾ, ഇപ്പൊ നമുക്ക് റീസെന്റ് ആയിട്ട് മഴ പെയ്ത സീസണിൽ KSEB ലൈനിൽ സപ്ലൈ ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ സമയങ്ങളിലൊക്കെ അത്യാവശ്യം വെയിലുണ്ടെങ്കിൽ നമുക്ക് ഒരു ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററി ഉണ്ടെങ്കിൽ അത് ചാർജ് ചെയ്ത് ലൈറ്റ് ഫാൻ യൂസിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും. നിലവിൽ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന 5 യൂണിറ്റ് സ്റ്റോറേജ് ഉള്ള ഒരു സിസ്റ്റമാണ്. അപ്പൊ അതിന് ഡീറ്റെയിൽഡ് വീഡിയോയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ട്, തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ സോളാറായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ സോളാർ ഇൻസ്റ്റലേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, ഇതിനെപ്പറ്റി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ അല്ലെങ്കിൽ ചാനൽ ഒന്ന് റെഫർ ചെയ്ത് കൊടുക്കുക. സോളാർ എനർജിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 6 വർഷത്തോളമായിട്ട് ചാനലിൽ കണ്ടിന്യൂസ് സോളാർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, അതുപോലെ തന്നെ സോളാർ പ്രൊഡക്റ്റുകളുടെ റിവ്യൂസ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോളാറായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂസസ് ഒന്നും ഓൺ ഗ്രിഡ് സിസ്റ്റം ചെയ്തവർക്ക് അത്ര അനുകൂലമല്ല. ഭാവിയിലേക്ക് വരാൻ പോകുന്ന റെഗുലേഷൻ ചേഞ്ചസ് ഒക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നമുക്ക് സ്വന്തമായിട്ട് ഒരു സെൽഫ് സഫീഷ്യന്റ് ആയിട്ട് പവർ ഉൽപ്പാദിപ്പിച്ച് സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കേണ്ട ഒരു രീതിയിലേക്ക് നമ്മൾ മുന്നോട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ലെഡ് ആസിഡ് ബാറ്ററികളെ ഒന്നും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരുപാട് കാലത്തേക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, അല്ലെ ഒരു ലാർജ് എമൗണ്ട് ഓഫ് എനർജി ഒന്നും സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റില്ല. അപ്പൊ അതിന്റെ കോസ്റ്റും പിന്നെ അതിന്റെ മെയിൻ്റനൻസ് കോസ്റ്റും ഒക്കെ നോക്കുമ്പോൾ നമുക്ക് പിന്നീട് മുന്നോട്ട്, അല്ലെങ്കിൽ സർവീസ് ലൈഫ് ഒക്കെ വളരെ കുറവാണ് അതിന്. അപ്പൊ അതിനെയൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് ഇപ്പോൾ ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററീസ് വളരെ വ്യാപകമായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം ഒരു അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ഇപ്പോൾ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ലിഥിയം ബാറ്ററീസ് വെച്ചിട്ടുള്ള ഒരുപാട് ഇൻസ്റ്റലേഷൻ വീഡിയോസ്, അത് 12 വോൾട്ട് മുതൽ 120 വോൾട്ട് വരെയുള്ള സിസ്റ്റംസ് നമ്മൾ ഒരുപാട് വീഡിയോകളിലൂടെ വിവരിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ നമ്മളൊരു നല്ല ബാക്കപ്പ് ആയിട്ട്, അതുപോലെ തന്നെ ഡെയിലി നമുക്ക് ഏകദേശം ഒരു 10 യൂണിറ്റ് മാക്സിമം ആണ് ഇതിന്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി. നമ്മൾ ഓഫ് ഗ്രിഡ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഒരു 6 മുതൽ 8 യൂണിറ്റ് ഒക്കെ ഇതിൽ നിന്ന് പ്രതീക്ഷിച്ചാൽ മതിയാവും. എന്നാൽ വീട്ടിൽ ഫുൾ ടൈം പവർ സപ്ലൈ ഉണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള സിസ്റ്റമാണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഡീറ്റെയിലിംഗിലേക്ക് നമുക്ക് പോകാം. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് പഹൽ ബ്രാൻഡിംഗിൽ വരുന്ന, ഇതൊരു ഇൻഡോ ജപ്പാൻ കൊളാബറേഷനിൽ വരുന്ന ഒരു ബ്രാൻഡാണ്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന 600 വാട്ട്സിന്റെ ടോപ്പ് കോൺ ബൈഫേഷ്യൽ സോളാർ പാനൽസ് ആണ്. 600 വാട്ട്സ് എന്ന് പറയുമ്പോൾ 4 പാനലുകൾ വരുമ്പോൾ നമുക്ക് ഏകദേശം 2400 വാട്ട്സോളം സോളാർ പാനൽ കപ്പാസിറ്റി കിട്ടുന്നതാണ്. നമ്മൾ ഓൺ ഗ്രിഡിലൊക്കെ 2400 വാട്ട്സ് വെച്ചൊക്കെ ഒരു സിസ്റ്റം ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഡെയിലി ഒരു 10 യൂണിറ്റിന് മുകളിലൊക്കെ പ്രൊഡക്ഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇത് ഓഫ് ഗ്രിഡ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്കറിയാം നമ്മുടെ വീട്ടിലെ ഉപയോഗവും ബാറ്ററി ചാർജിങ്ങും അനുസരിച്ചാണ് ഇതിന്റെ ഒരു ടോട്ടൽ പ്രൊഡക്ഷൻ ഇരിക്കുന്നത്. നോർമൽ കണ്ടീഷനിൽ നമുക്കൊരു 6 യൂണിറ്റ് ഒക്കെ പ്രതീക്ഷിച്ചാൽ മതിയാവും. 6 മുതൽ 8 യൂണിറ്റ് വരെയൊക്കെ ഇത്തരത്തിലുള്ള സിസ്റ്റംസ് കിട്ടും. പിന്നെ ഇതൊരു ഇൻഡിപെൻഡന്റ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കൺവീനിയൻസ് ഉണ്ട്. നമുക്ക് ഇത്തരത്തിലുള്ള വീണ്ടും 4 പാനലൂടെ ഈ സിസ്റ്റത്തിൽ തന്നെ പാരൽ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് 5000 വാട്ട്സ് വരെ പാനൽ കണക്ട് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു സിസ്റ്റമാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സാധാരണ ഒരു വീടിനെ സംബന്ധിച്ച് 5000 രൂപ വരെ കറണ്ട് ബില്ല് വരുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള സിസ്റ്റം ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ബാക്കപ്പ് സൊല്യൂഷൻ ആയിട്ട് ഉപയോഗിക്കാം. കൂടാതെ ഒരു 6-7 യൂണിറ്റ് വരെയൊക്കെ ഡെയിലി നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. ഓൾറെഡി ഓൺ ഗ്രിഡ് സിസ്റ്റം ഒക്കെ ചെയ്തിട്ട് വീണ്ടും നമുക്കൊരു ബാക്കപ്പ് സൊല്യൂഷനെ പറ്റി ആലോചിക്കുന്നവരെ സംബന്ധിച്ച് ഇത് നല്ലൊരു സൊല്യൂഷനാണ്. നമുക്ക് 5 kVയുടെ ഇൻവേർട്ടറും 48 വോൾട്ട് 100 AH വരുന്ന, അല്ലെ 51.2 വോൾട്ട് 100 AH വരുന്ന ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററി ഉപയോഗിച്ചുകൊണ്ട് ഒരു 5 യൂണിറ്റ് ഫുൾ ടൈം സ്റ്റോറേജ് കിട്ടുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റം നമ്മൾ ഡിസൈൻ ചെയ്ത് ഇവിടെ ചെയ്തിരിക്കുന്നു. ഇവിടെ പാനലുകൾ നമ്മൾ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഇൻവെർട്ടറിന്റെ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്, അല്ലെ പാനൽ വോൾട്ടേജ് കപ്പാസിറ്റി 230 വോൾട്ട് ആണ്. നമുക്ക് 4 പാനൽ വരെ സീരീസ് ചെയ്യാം. 5 പാനൽ സീരീസ് ചെയ്യുമ്പോൾ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് വെച്ച് അത് എക്സീഡ് ആയി പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് നമുക്ക് 4 പാനലുകളുടെ 2 സ്ട്രിങ് ആണ് ഇവിടെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പറഞ്ഞാൽ തന്നെ പഹൽ സോളാർ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെയാണ് സോളാർ പാനൽ. മെയ്ഡ് ഇൻ ഇന്ത്യ പാനൽ തന്നെയാണ്. അതിന്റെ ഇലക്ട്രിക്കൽ സ്പെസിഫിക്കേഷൻ, മറ്റ് സ്റ്റാൻഡേർഡ് ടെസ്റ്റ് കണ്ടീഷൻ, അതുപോലെ തന്നെ ബൈഫേഷ്യൽ നെയിം പ്ലേറ്റ് റേഡിയൻസ് ടെസ്റ്റ് കണ്ടീഷൻസിലുള്ള BNPI എന്ന് പറയും, ബൈഫേഷ്യൽ നെയിം പ്ലേറ്റ് റേഡിയൻസ് ആണ്. അതായത് ആർട്ടിഫിഷ്യലി ഇതിന്റെ ബൈഫേഷ്യൽ കപ്പാസിറ്റി ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്റ്റാൻഡേർഡ് ആണ് BNPI എന്ന് പറയുന്നത്. അപ്പൊ അതനുസരിച്ച് ടെസ്റ്റ് ചെയ്തപ്പോൾ ഇതിന് കിട്ടിയിരിക്കുന്ന മാക്സിമം ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 664 വാട്ട്സ് ആണ്. ഇതിന്റെ റേറ്റഡ് പവർ എന്ന് പറയുന്നത് 600 വാട്ട്സ് ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പൊ ഇതിന്റെ മോഡൽ ഇതാണ് വരുന്നത്, GB600 എന്ന് പറയുന്ന മോഡലാണ്. മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് സൈസിൽ വരുന്ന ഒരു പാനലാണ് 600 വാട്ട്സ്. നമുക്ക് ഇത്തരത്തിലുള്ള പാനലുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു 8 പാനലൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരു 4800 വാട്ട്സ് വെച്ച് 5 കിലോവാട്ട് സിസ്റ്റംസ് ഒക്കെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. അത്തരത്തിലുള്ള ഇൻസ്റ്റലേഷൻ വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് ഇതിന്റെ ഇലക്ട്രിക്കൽ ഡേറ്റ. ഇവിടെ നമുക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോയി കഴിഞ്ഞാൽ 53.4 വോൾട്ട് ആണ് ഇതിന്റെ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്. അതുപോലെ തന്നെ ഷോർട്ട് സർക്യൂട്ട് കറണ്ട്, വോൾട്ടേജ് മാക്സിമം പവർ, കറണ്ട് മാക്സിമം പവർ, ഇത് കാര്യങ്ങളൊക്കെ കാണിച്ചിരിക്കുന്നതാണ്. ഒരു 5000 രൂപ വരെയൊക്കെ ബില്ല് വരുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഓൺ ഗ്രിഡിലേക്ക് പോകാതെ ഇത്തരത്തിലുള്ള സിസ്റ്റത്തിൽ ഒരു 6 പാനലൊക്കെ വെച്ച് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ
ഓൾമോസ്റ്റ് നമ്മുടെ കറണ്ട് ബില്ല് നമുക്ക് നല്ല രീതിയിൽ സേവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു 1000 രൂപ താഴത്തേക്കൊക്കെ എത്തിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഭാവിയിലേക്കൊക്കെയാണ് നമുക്ക് ഹൈബ്രിഡ് സിസ്റ്റംസ് ഒക്കെ പ്ലാൻ ചെയ്യുമ്പോഴും ഇത്തരത്തിലുള്ള പാനൽസ് വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. 4 പാനലുകൾ സീരീസ് ചെയ്ത് 6 സ്ക്വയർ എമ്മിന്റെ DC കേബിളിലാണ് നമ്മൾ താഴത്തേക്ക് കണക്ഷൻ എത്തിക്കുന്നത്. ഇതാണ് 5 kVA സോളാർ ഹൈബ്രിഡ് സിസ്റ്റം. അതുപോലെ തന്നെ 48 വോൾട്ട് ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററിയും വരുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് UTL സോളാർ ബ്രാൻഡിൽ വരുന്ന ഗ്രിഡ് എക്സ്പോർട്ട് സോളാർ PCU ആണ്. ഇതിന് നമുക്ക് ലിഥിയം ബാറ്ററി, ലെഡ് ആസിഡ് ബാറ്ററി ഏത് വേണമെങ്കിലും കണക്ട് ചെയ്യാവുന്നതാണ്. ഇതിൽ 5000 വാട്ട്സ് വരെയാണ് കമ്പനി പറയുന്ന സോളാർ പാനൽ കപ്പാസിറ്റി വരുന്നത്. നമുക്ക് 4000 വാട്ട്സ് വരെ പവർ ലോഡ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും ഈ സിസ്റ്റത്തിലുണ്ട്. ഇതിൽ ഗ്രിഡ് എക്സ്പോർട്ട് എന്ന് പറയുന്ന മോഡിലേക്ക് നമുക്ക് ഇതിനെ ചൂസ് ചെയ്യാവുന്നതാണ്. ഇതിന്റെ എൻ്റർ ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് സെറ്റിംഗ്സുകൾ ചേഞ്ച് ചെയ്യാം, ബാറ്ററി സെലക്ഷൻ നടത്താം. ഇപ്പം നിലവിൽ നമ്മൾ ലിഥിയം ആയതുകൊണ്ട് ലിഥിയം ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ സെറ്റിംഗ്സിൽ കയറി കഴിഞ്ഞാൽ PCU യൂസർ സെറ്റിംഗ്സിൽ വന്നു കഴിഞ്ഞാൽ ഗ്രിഡ് ചാർജർ നമുക്ക് ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ നിലവിൽ ഡിസേബിൾ ചെയ്തിരിക്കുകയാണ്. IT ലോഡ്, അതായത് UPS മോഡാണ്. ഓപ്പറേഷൻ മോഡുകൾ നമുക്ക് ചൂസ് ചെയ്യാം. അത് സ്മാർട്ട് ബോർഡ്, ഹൈബ്രിഡ് മോഡ്, PCU മോഡ്, അങ്ങനെ ഉള്ള മോഡുകൾ ഉണ്ട്. ഇവിടെ ഇപ്പം നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് സ്മാർട്ട് മോഡാണ്. PCU മോഡാണ് ഏറ്റവും സേവിങ്സ് കിട്ടുന്ന മോഡ്. പക്ഷേ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് നമ്മൾ സ്മാർട്ട് മോഡാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഈ സെയിം ഇൻവെർട്ടറിന് തന്നെ ലെഡ് ആസിഡ് ബാറ്ററി വെച്ചിട്ടുള്ള നിരവധി സിസ്റ്റംസ് നമ്മുടെ ചാനലിലൂടെ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇവിടെ ഇപ്പം നമ്മൾ എന്തായാലും ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററിയാണ്. അതും UTL ബാൻഡിൽ തന്നെ വരുന്ന മോഡലാണ്. ഈ സിസ്റ്റത്തിൽ കാണുന്നത് തന്നെ കമ്പനി ഈ 2 മോഡലുകൾക്ക് 5 വർഷമാണ് വാറണ്ടി തരുന്നത്. ഇൻവെർട്ടറിനും അതുപോലെ തന്നെ ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററിക്കും രണ്ടിനും 5 വർഷമാണ് ഓൺ സൈറ്റ് സർവീസ് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ലിഥിയം ബാറ്ററിയുടെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ സ്റ്റേറ്റ് ഓഫ് ചാർജ് അറിയാനായിട്ടുള്ള LED ഇൻഡിക്കേഷൻ ഉണ്ട്. റൺ ആണോ അല്ലെങ്കിൽ അലാം ആണോ അല്ലെങ്കിൽ ഫോൾട്ട് ഉണ്ടെങ്കിൽ അതറിയാം. റീസെറ്റ് ചെയ്യാനുള്ള ബട്ടണ്, പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽസ് കൊടുത്തിട്ടുണ്ട്. അതിന് കൃത്യമായിട്ടുള്ള കവറിങ്ങുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 125 ആംപിയറിന്റെ DC MCB ആണ് കൊടുത്തിരിക്കുന്നത്. ബാറ്ററി ഔട്ട് സൈഡിൽ എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായാൽ അത് ട്രിപ്പ് ആവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിനൊരു BMSന്റെ ഓൺ ഓഫ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ബാറ്ററിയുടെ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും. ഇവിടെ സ്റ്റേറ്റ് ഓഫ് ചാർജ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. 99% സ്റ്റേറ്റ് ഓഫ് ചാർജ് അല്ലെങ്കിൽ 99% ചാർജറാണ്. പിന്നെ സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത് 100% ഉണ്ട്. അത് വർഷങ്ങൾ കഴിയുമ്പോഴാണ് അതിന്റെ ഹെൽത്ത് കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ വോൾട്ടേജ് 53.4 വോൾട്ട്, ബാറ്ററിയുടെ റേറ്റഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് 51.2 ആണ്. പിന്നെ കൂടുതൽ എൻ്ററിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഓരോ സെല്ല് വോൾട്ടേജുകൾ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിന്റെ സെറ്റിംഗ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് സെൽ വോൾട്ടേജസ് എല്ലാം ഓരോ സെല്ലുകളിലെയും വോൾട്ടേജസ് കാണാം. 16 സെല്ലുകളാണുള്ളത്. 3.2 വോൾട്ട് ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററി 100H സെൽസ് ആണ്. നമുക്കെല്ലാം മില്ലി വോൾട്ടിലാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് 3339 എന്നൊക്കെ കാണിക്കുന്നത്. ഇനിവയെല്ലാം 3.3 വോൾട്ടിലെ ചാർജറാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത് കൂടുതൽ ഡീറ്റെയിൽസ് ഇതിൻ്റെ ഡാറ്റ, അതുപോലെ തന്നെ നമുക്ക് എനർജി ഡേറ്റാസ്, ടെമ്പറേച്ചർ, ഇങ്ങനെയുള്ള സിസ്റ്റം ഡേറ്റാസ് എല്ലാം തന്നെ നമുക്ക് ഈ ഡിസ്പ്ലേയിൽ നിന്ന് വാച്ച് ചെയ്യാവുന്നതാണ്. ബാറ്ററി നിലവിൽ 100%, 99% ചാർജറാണ്. ഇതിൽ നമുക്ക് ബ്ലൂടൂത്ത് കമ്മ്യൂണിക്കേഷൻ അവൈലബിൾ ആണ്. എല്ലാ സെല്ലുകളും മോണിറ്റർ ചെയ്യാവുന്നതാണ്. ഇത് 5 യൂണിറ്റ് വൈദ്യുതി സ്റ്റോർ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററിയാണ്. ഇത് ഇങ്ങനെ ഒരു ബെഡ് ടൈപ്പ് ആണ് വരുന്നത്. ഇതിന് മുകളിൽ റാക്കുകൾ പാരൽ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആഡ് ചെയ്യാനുള്ള സ്റ്റാൻഡോട് കൂടിയാണ് വരുന്നത്. ഇതിന് മുകളിലേക്ക് ബാറ്ററി റാക്കുകൾ അടുക്കി നമുക്ക് പാരൽ ചെയ്യാൻ പറ്റും. 4 റാക്കുകൾ വരെ പാരൽ ചെയ്യാൻ പറ്റുമെന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് ഏകദേശം ഒരു 3000 വാട്ട്സ് പാനലൊക്കെ വെച്ച് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ പകൽ സമയത്ത് ഒരു 5 യൂണിറ്റ് ഈ ബാറ്ററിയിലേക്ക് സ്റ്റോർ ആയിക്കോളും. ബാക്കി ഒരു 6 യൂണിറ്റ് സംതിങ് നമുക്ക് ഏകദേശം വീട്ടിൽ പകൽ സമയത്ത് ഉപയോഗത്തിന് ഉപകരിക്കുന്നതാണ്. ഇവിടെ 3 കിലോവാട്ടൊക്കെ ഓൺ ഗ്രിഡ് സിസ്റ്റത്തിൽ നിന്ന് 12-15 യൂണിറ്റ് കിട്ടുമെങ്കിലും 3 കിലോവാട്ട് ഓഫ് ഗ്രിഡിലേക്ക് വരുമ്പോൾ നമുക്കൊരു 10 യൂണിറ്റ് അറൗണ്ടൊക്കെ പ്രതീക്ഷിച്ചാൽ മതിയാവും. പിന്നെ ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററി ആയതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് ഒരു 4.5 യൂണിറ്റ് വരെയൊക്കെ ഡിസ്ചാർജ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ കൂടുതൽ ബാക്കപ്പ് ഒക്കെ ആവശ്യമുള്ളവരെ സംബന്ധിച്ച് ഒരു ബാറ്ററി റാക്ക് കൂടെ പാരലായിട്ട് ആഡ് ചെയ്യാം. 5000 വാട്ട്സ് സോളാർ പാനൽ കണക്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ കൊടുത്ത ശേഷം നമുക്ക് 10 യൂണിറ്റോളം ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. പകൽ സമയത്ത് ബാക്കിയുള്ള ഉപയോഗിക്കാം. 10 യൂണിറ്റ് ബാറ്ററി സ്റ്റോർ എന്ന് പറയുമ്പോൾ നമുക്ക് 2 ഇൻവെർട്ടർ AC-കളൊക്കെ 1 ടൺ AC-കളൊക്കെ രാത്രിയിൽ പ്രവർത്തിപ്പിക്കാവുന്നതാണ്. നിലവിൽ ഈ ഒരു സിസ്റ്റത്തിൽ 5 സ്റ്റാർ ഇൻവെർട്ടർ AC രാത്രിയിൽ പ്രവർത്തിപ്പിക്കാം. ഒരു പകൽ സമയത്തുള്ള സിസ്റ്റത്തിന്റെ പെർഫോമൻസ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ ഇൻവെർട്ടർ ഓൺ എന്ന് പറയുന്ന LED ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. സോളാർ പാനലിൽ നിന്നുള്ള ചാർജിങ് ഓൺ ആണ്. നിലവിൽ നമ്മൾ സ്മാർട്ട് മോഡാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഔട്ട്പുട്ട് 463 വാട്ട്സ് കാണിക്കുന്നുണ്ട്. ഔട്ട്പുട്ട് സ്റ്റേബിൾ ആണ് 220 വോൾട്ടിൽ. ബാറ്ററി ഓൾമോസ്റ്റ് ഫുള്ളി ചാർജറാണ്. സോളാറിൽ നമുക്ക് 390 വാട്ട്സ് ആണ് ഇപ്പോൾ. അതായത് വീട്ടിലിപ്പോൾ ലൈവ് ലോഡുകൾ 390 വാട്ട്സ് ഓടുന്നുണ്ട്. അതാണ് ഇവിടെ കാണിക്കുന്നത്. 4 പാനലുകൾ സീരീസിൽ കണക്ട് ചെയ്തിരിക്കുന്നുണ്ട്. തന്നെ ഏകദേശം 200 വോൾട്ട് താഴെയുള്ളൊരു DC വോൾട്ട് കാണാം, ആംബിയർ വരുന്നത് കാണാം.
ഇതേ സമയത്ത് തന്നെ നമ്മുടെ ബാറ്ററി ഡിസ്പ്ലേയും കൂടി ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യാം. ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ 55.8 വോൾട്ട് ആണ് ബാറ്ററി. ഇപ്പോൾ സ്റ്റാൻഡ് ബൈ ആയിട്ട് നിൽക്കുകയാണ്. 100% ചാർജിലാണ്. സ്റ്റേറ്റ് ഓഫ് ചാർജ് 100% കാണാം. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഓഫ് ഹെൽത്തും 100 കൊടുത്തിരിക്കുന്നുണ്ട്. നമ്മൾ സ്മാർട്ട് മോഡ് ചൂസ് ചെയ്തിരിക്കാൻ തന്നെ ചാർജിങ് 0 ആയി കഴിയുമ്പോൾ തന്നെ ലോഡ് KCBയിലേക്ക് ഷിഫ്റ്റ് ആവുന്നതാണ്. ഇവിടെ കാണാം സ്മാർട്ട് മോഡാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമുക്ക് പകൽ സമയത്തെ യൂസും ബാറ്ററി ചാർജിങ്ങും സോളാറിൽ വേണമെന്നുള്ളവർക്ക് സ്മാർട്ട് മോഡ് ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി പകൽ സമയത്തെ ഉപയോഗവും ബാറ്ററി 50% ആവുന്നോണം വരെയുള്ള ഉപയോഗവും സോളാറിൽ അല്ലെങ്കിൽ ബാറ്ററി തന്നെ വേണമെന്നുള്ളവർക്ക് PCU ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഹൈബ്രിഡ് എന്ന് പറയുന്നൊരു മോഡുണ്ട്. നമ്മൾ ഇതിനെപ്പറ്റിയൊക്കെ വിശദമായിട്ട് മുൻപ് പല വീഡിയോകളിലൂടെ പ്രതിപാദിച്ചിട്ടുള്ളതാണ്. എങ്കിലും ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫുൾ ടൈം പവർ സപ്ലൈ എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഈ ഒരു മോഡ് ഉപയോഗിക്കുന്നത്. ഹൈബ്രിഡ് മോഡിൽ നമുക്ക് സേവിങ്സ് വളരെ കുറവായിരിക്കും. PCU മോഡിലാണ് മാക്സിമം സേവിങ്സ് കിട്ടുന്നത്. ഒരു മിനിമം സേവിങ്സ് പ്ലസ് ഫുൾ ടൈം അൺഇൻറ്ററപ്റ്റഡ് പവർ സപ്ലൈ എന്നുള്ള ഉദ്ദേശമുള്ളവർക്ക് സ്മാർട്ട് മോഡ് ചൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ റീസെറ്റ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇതിൽ കാണുന്ന പോലെ തന്നെ വൈഫൈ ഇനേബിൾഡ് ആണ്. നമുക്ക് വൈഫൈ ത്രൂ മോണിറ്റർ ചെയ്യാവുന്നതാണ്. പിന്നെ ബാറ്ററിയെ പറ്റി നമ്മൾ മുൻപ് വിശദമായിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് കണ്ടിട്ടില്ലാതെ തീർച്ചയായിട്ടും ഒന്നെടുത്ത് കാണുക. നിലവിൽ 60 മാസമാണ് ബാറ്ററിക്ക് വാറണ്ടി ഉള്ളത്. 60 മന്ത്സ് ഫ്രീ ഓൺ സൈറ്റ് സർവീസ് വാറണ്ടിയാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. മുൻപ് പറഞ്ഞാൽ തന്നെ 16 ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററി സെൽസ് ആണ്. ഓരോന്നും 3.2 വോൾട്ട് ആണ്. 51.2 വോൾട്ട് ആണ് ടോട്ടൽ ഇതിന്റെ റേറ്റഡ് വോൾട്ടേജ് എന്ന് പറയുന്നത്. 100 ആണ് കപ്പാസിറ്റി വരുന്നത്. ഈ ഒരു ഇൻവെർട്ടർ ഹൈബ്രിഡ് ഇൻവെർട്ടർ ആയതുകൊണ്ട് തന്നെ നമുക്കിത് ഗ്രിഡ് ആയിട്ട് ഉപയോഗിക്കാം. KCB ആയിട്ട് കണക്ട് ചെയ്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതൊരു സെമി ഹൈബ്രിഡ് സിസ്റ്റം ആണ്. നമുക്ക് സാധാരണ ഒരു ഓൺ ഗ്രിഡ് ഇൻവെർട്ടർ ഉപയോഗിക്കുന്ന അത്രയൊന്നും എക്സ്പോർട്ട് പോസിബിൾ അല്ല. പിന്നെ ഇത്തരത്തിലുള്ള സിസ്റ്റംസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഇത് ഒരു ഓഫ് ഗ്രിഡ് ആയിട്ട് തന്നെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഒരു ഇടിയോ മഴയൊക്കെ ഉള്ള സമയങ്ങളിൽ പൂർണ്ണമായിട്ടും KCB ആയിട്ടൊക്കെ അൺപ്ലഗ് ചെയ്തിടണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സിസ്റ്റംസ് ആണ് ഏറ്റവും നല്ലത്. ഇതിലേക്കുള്ള KCB സപ്ലൈ ഓഫ് ആക്കി ഇടുകയോ അല്ലെങ്കിൽ നമ്മുടെ മെയിൻ സപ്ലൈയിലുള്ള മെയിൻ DBയിലുള്ള സ്വിച്ച് ഓഫ് ആക്കി ഇടുകയോ അല്ലെങ്കിൽ LCB ഓഫ് ആക്കി ഇടുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബാറ്ററിയിൽ നിന്നും ഇൻവെർട്ടറിൽ നിന്നുള്ള സപ്ലൈ ഉപയോഗിക്കാം. പുറത്ത് എത്ര ഇടിയും മഴയും സംഭവിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ഈസി ആയിട്ട് വീട്ടിലെ കാര്യങ്ങൾ ഉപയോഗിക്കാം. സിസ്റ്റത്തിന്റെ ഡീറ്റെയിൽസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇത്തരത്തിലുള്ള സിസ്റ്റംസ് ഉപയോഗിച്ചുകൊണ്ട് നിരവധി വീഡിയോസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും ഇതേപ്പറ്റി താല്പര്യമുള്ളവർക്ക് അതെടുത്ത് വാച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. സോളാറായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത്തരത്തിലുള്ള വീഡിയോകളൊന്ന് ഫോർവേഡ് ചെയ്ത് കൊടുത്തേക്കുക. അതുപോലെ തന്നെ സോളാർ വെക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ ഈ ചാനൽ ഒന്ന് റെഫർ ചെയ്യുക. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ കൺസൾട്ടൻസി ആവശ്യമുള്ളവർക്ക് സോളാറായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കൺസൾട്ടേഷൻ ആവശ്യമുള്ളവർക്ക് തീർച്ചയായിട്ടും താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോളാറായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു പുതിയ വീഡിയോയുടെ ചാനലിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.